എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇവിടെ വന്നൊരു ഹാഷ്ടാഗ് ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്ന ഹാഷ്ടാഗ്, അത് ദേശീയമായ 3ാം സ്ഥാനത്തേക്ക് അത് ഉയർന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം ഞങ്ങളെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി ശോഭാജി ഇവിടെ വീടുകളിൽ പോയി ഒരമ്മ ഒരു ടാക്സ് റെസീറ്റ് എടുത്ത് കാണിച്ചു. 2022 വരെ ഞാൻ കരമടച്ചതാണ്. 2022 കഴിഞ്ഞപ്പോ എനിക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം, നാളെ നമ്മളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട സിനിമാ ഡയറക്ടറായിട്ടുള്ള നാടിനു വേണ്ടി സംസാരിക്കാൻ തയ്യാറായ മേജർ രവി അടക്കമുള്ള ആളുകൾ ഇപ്പൊ ഈ വേദിയിലുണ്ട്. രവിയേട്ടൻ ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. ഞാനൊന്നും ശോഭാജി പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ മുനമ്പത്ത് സമരം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശബ്ദം JPC-യിലെത്തണം. നമ്മുടെ ശബ്ദം JPC-യിലെത്തണമെങ്കിൽ നമ്മൾ എഴുതണം, നമ്മൾ പറയണം, നമ്മൾ എത്തിക്കണം. ഇവിടെയുള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നു. ശോഭാജി പറഞ്ഞാൽ അതിനകത്തൊരു മാറ്റവുമില്ല. കാരണം ഇന്നലെ വരെയുള്ള ചരിത്രം അതാണ്, കർണാടകയുടെ ചരിത്രം അതാണ്. അവര് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഒരാഴ്ച മുമ്പ് 4.5 ദിവസം ഇതേപോലെ കുടിയൊഴിപ്പിക്കുന്നവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവിടെ രാത്രിയും പകലും അവിടെ ഇരുന്ന് സമരം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യമുണ്ട്, നമുക്ക് ഒരു സന്ദേഹവും ആവശ്യമില്ല. നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും, ആരൊക്കെ എതിർത്താലും ശരി, ആരൊക്കെ കൂടെ വന്നില്ലെങ്കിലും ശരി, നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ഭൂമി നമ്മുടെയാണ്, വേറെ ഒരാളുടെയുമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസവും ഒരു പ്രഖ്യാപിക്കുന്ന മന്ത്രിയുമാണ് വന്നിരിക്കുന്നത്. ഇതിനപ്പുറം നമുക്കൊന്നും ആവശ്യമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക, പൊരുതുക, പിടിച്ചെടുക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാ, ഇവിടെ രാഷ്ട്രീയമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ രാഷ്ട്രീയമില്ല. ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഭിന്നിപ്പുണ്ടാക്കാനാണ് മന്ത്രി വരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയവുമില്ല. രാഷ്ട്രീയത്തിനപ്പുറത്താണ് നമ്മുടെ രാഷ്ട്രം, രാഷ്ട്രീയത്തിനപ്പുറത്താണ് നമ്മുടെ വീട്, രാഷ്ട്രീയത്തിനപ്പുറത്താണ് നമ്മുടെ ഈ ഭൂമി. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭൂമിയിൽ തന്നെ നമ്മൾ മരിക്കും. ഒരാൾക്ക് നമ്മളെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ശോഭാജിയുടെ വാക്കുകൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതും, നമ്മൾ നേടും, നമ്മൾ വിജയിക്കും. നമസ്കാരം.